അർജന്റീന ഫുട്ബോൾ ടീം മാനേജർ ഡാനിയൽ ഹെക്ടർ കബ്രേര ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്, കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ഹോട്ടൽ ഹോളിഡേ ഇന്നിലാണ് ഉള്ളത്. അവിടെ വെച്ചാണ് നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. കായിക മന്ത്രി വി അബ്ദുറഹ്മാനെ നമുക്ക് കാണാം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ റിപ്പോർട്ടർ ടിവിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ജോസു ടിയാസിനെ കാണാം. MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിനെ കാണാം. ചെയർമാൻ റോജി അഗസ്റ്റിനും ഈ സ്ഥലത്തേക്ക് ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗോകുലം ഗോപാലിനും എത്തിയിട്ടുണ്ട്. അലി അക്ബർ ഷാ ചേരുകയാണ്. അലി, ഈ ചർച്ചകൾ എത്രത്തോളം ആയിട്ടുണ്ട്? കാര്യമായ ചർച്ചകളിലേക്ക് കടന്നോ? ദിനേശ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോളിഡേ ഇൻ ഹോട്ടലിലെ മീറ്റിംഗ് റൂമിലാണ്. അല്പസമയത്തിനുള്ളിൽ അവർ ഇവിടേക്ക് എത്തും. മന്ത്രിയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ടീം മാനേജറും നമ്മളുടെ റിപ്പോർട്ടർ സംഘവും ഇവിടേക്ക് എത്തും. അതിനുശേഷം ഇവിടെ വെച്ചും ഒരു യോഗമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുകളിലെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മാനേജർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന് അവർ സംസാരിക്കുകയാണ്. അവർ ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷം അവർ താഴേക്ക് ഇറങ്ങി വരുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാളുകളായി മലയാളികൾ കാത്തിരിക്കുന്ന ആ നിമിഷത്തിൻ്റെ, ആ ദിവസത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ ഇന്ന് നമുക്കറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ആൽബി സ്റ്റെറസ്റ്റുകളുടെ രാജകുമാരനും സംഘവും ആ ലോക കിരീടം ചൂടിയ അതേ സംഘം കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിഗംഭീരമായൊരു വരവേൽപ്പ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം, അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. അവരുടെ ലോക ചാമ്പ്യന്മാർക്ക് നൽകേണ്ട ആ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ ഈ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമാക്കിയ ശേഷമാകും അദ്ദേഹം ഇവിടെ നിന്നും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോവുക. സ്റ്റേഡിയത്തിലെത്തി സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷ കൂടി നേരിൽ കണ്ട് ഉറപ്പാക്കിയ ശേഷം മാത്രമാകും അദ്ദേഹത്തിൻ്റെ മടക്കം എന്ന് പറയുന്നത്. ഈ ടൂറിലുള്ള പൂർണ്ണമായ വിവരങ്ങൾ അത് ശേഖരിച്ച് അത് ഉറപ്പുവരുത്തിയ ശേഷമാകും ഈ പറഞ്ഞതുപോലെ ഹെക്ടർ ഡാനിയൽ കബ്രേര മടങ്ങുക. അതിനു മുമ്പ് ഇന്നത്തെ ഈ ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടക്കുന്ന ചർച്ചയിൽ കായിക വകുപ്പ് മന്ത്രിയായും ചർച്ച നടക്കും. ഏത് രീതിയിലായിരിക്കാം സർക്കാരിൻ്റെ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്ന കാര്യത്തിലെല്ലാം ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതുപോലെ ഫാൻസിന് വേണ്ടി ഒരു ഗംഭീരമായ ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ കാര്യത്തിലും അതെങ്ങനെയാകും ആ ഇവന്റ്, എവിടെ വെച്ചാകും ആ ഇവന്റ്, ആ കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ലോക ചാമ്പ്യന്മാരോട് മത്സരിക്കാൻ പോകുന്ന ആ അതിഗംഭീര ടീം ആര് എന്നതും ഈ ചർച്ചയ്ക്ക് ശേഷം അറിയാൻ കാത്തിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഫുട്ബോൾ ആരാധകർ. എത്രയോ കാലങ്ങളായി സ്ക്രീനുകളിൽ മാത്രം കണ്ട് ശീലമുള്ള ഒരു കാൽപന്തിൻ്റെ മായാജാലം അത് കൺമുന്നിലേക്ക് എത്തുന്നതിൻ്റെ ആവേശം, ആഘോഷം അത് അലതല്ലുകയാണ് കേരളത്തിലാകെ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളുടെ ഇടയിലാകെ. എന്തായാലും എത്രത്തോളം ഫാൻസ് ഉണ്ട്, എത്രത്തോളം ആരാധക വൃന്ദമുണ്ട് അർജന്റീന ടീമിനും, പ്രത്യേകിച്ച് ലയണൽ മെസ്സിക്കും എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് ഓരോ ലോകകപ്പുകൾ വരുമ്പോഴും നമ്മൾ കണ്ടറിയുന്നതാണ്. ലോക കിരീടം ചൂടാതെ മെസ്സി യാത്രയാകേണ്ടി വരുമോ എന്ന ഒരു ആശങ്ക, ഒരു വേദന നിറഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ലോകകപ്പിൻ്റെ സമയത്ത് അർജന്റീന ആരാധകരുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നത്. ആ ആശങ്കകൾക്കും സങ്കടങ്ങൾക്കും എല്ലാം വിരാമമിട്ട് ലോക കിരീടത്തിൽ ആൽബി സെലസ്റ്റുകളുടെ രാജകുമാരൻ മുത്തമിട്ടു. അതാണ് കാത്തിരിപ്പിന്റെ വേദന എത്രത്തോളമുണ്ട്. കാത്തിരിപ്പിന് ഒടുവിൽ, വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, അതിൻ്റെ വലിപ്പം അതെത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്നവരാണ് അർജന്റീന ആരാധകർ. അവർ കാത്തിരുന്ന ഒരു കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, 93-ന് ശേഷമുള്ള ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നത് പിന്നീട് കോപ്പ അമേരിക്ക നേട്ടത്തോടു കൂടിയാണ്. അതിനുശേഷമാണ് ലോകകപ്പ് കിരീടം നേടുന്നത്. പിന്നീട് അതിനിടയിൽ ഫൈനലിസിമ വന്നിട്ടുണ്ടായിരുന്നു. ഫൈനലിസിമ കിരീടം നേടുന്നു. പിന്നീട് ഒരിക്കൽ കൂടി കോപ്പ അമേരിക്ക ലഭിക്കുന്നു. അങ്ങനെ കിരീടം വെച്ച രാജകുമാരനായി സാക്ഷാൽ ലയണൽ മെസ്സി മാറുകയും ചെയ്തു. നമ്മൾ നേരത്തെ ഈ കബ്രേര സംസാരിക്കുന്നത് കേട്ടിരുന്നു. കബ്രേര സംസാരിച്ചത് ലേബി സജീന്ദ്രനുമായിട്ടാണ്. ലേബി ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ലേബി, എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമുക്ക് അവസാന വാക്കുകൾ മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. വിനീഷ്, ഹെക്ടർ ഡാനിയൽ കബ്രേര വളരെ സന്തോഷവാനാണ്. കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ ഒരുക്കിയ സ്വീകരണത്തിൽ അദ്ദേഹം സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഇവിടെ മെസ്സിയും ടീമും ഇവിടെ വരുന്നതിൽ അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നുള്ള കാര്യമാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര നമ്മളോട് പങ്കുവച്ചത്. അത് മാത്രമല്ല, മലയാളികളുടെ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷവാനായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളോട് പങ്കുവച്ചു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തി. ഹോട്ടൽ മുറിയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി അദ്ദേഹം വരികയാണ്.
ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് നൽകിയത്. മലയാളികളുടെ സ്വീകരണത്തിൽ താൻ സന്തോഷവാനാണ്. മെസ്സിയും ടീമും കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നു എന്നതിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതുവരെയുള്ള ഇങ്ങോട്ട് എത്തിയതിലും ഇതുവരെയുള്ള സ്നേഹത്തിലും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഏതായാലും അദ്ദേഹവുമായുള്ള ചർച്ചയിൽ നമുക്ക് മാത്രമല്ല, യഥാർത്ഥ സ്നേഹം, നമ്മുടെ അതിഥികളോടുള്ള സ്വീകരണം, ആ സ്വീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇത് സാമ്പിൾ അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾക്കും ആ സ്നേഹ വായ്പ മനസ്സിലായല്ലോ. മലയാളത്തോടുള്ള, കേരളത്തോടുള്ള ആ സ്നേഹ വായ്പ. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെക്കുറിച്ച് അർജന്റീനയ്ക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടുത്തെ ഈ ഫുട്ബോൾ ആരാധകരുടെ ആവേശവും ഈ കാത്തിരിപ്പും ഒക്കെയാണല്ലോ ഇനി മെസ്സിയുടെ വരവിലൂടെ സാഫല്യമാകാൻ പോകുന്നത്. ഏതായാലും ഇവിടെ വന്ന് അദ്ദേഹം പങ്കുവച്ചതും അതുതന്നെയാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് കൊച്ചിയുടെ മണ്ണിലേക്ക് വന്നിരിക്കുന്നത്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. നിറഞ്ഞ സ്നേഹം, നമ്മുടെ ഈ ടീമുമായി സഹകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളവുമായി സഹകരിക്കുന്നതിൽ സന്തോഷവാനാണ് എന്നുള്ള കാര്യമാണ് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം പങ്കുവച്ചത്. ഇതൊക്കെ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ സ്നേഹം താൻ ആസ്വദിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം ആദ്യമായി നടത്തിയത്. ഏതായാലും ഇതിനുശേഷം ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയിൽ വിനീഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ആരായിരിക്കും എതിരാളി, എത്തരത്തിലായിരിക്കും സുരക്ഷാ വിന്യാസം, എത്തരത്തിലായിരിക്കും, എവിടെയായിരിക്കും വരിക, എവിടെയായിരിക്കും താമസിക്കുക, വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും അറിയാനായി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരിക്കുകയായിരിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള വളരെ ഹൃദ്യമായ മറുപടി നമ്മൾക്ക് ലഭിച്ചു. അദ്ദേഹം ആദ്യം തന്നെ ഇതിൽ തൃപ്തനാണ് എന്നുള്ള കാര്യമാണല്ലോ, അതാണല്ലോ നമ്മൾ ആദ്യമേ കാത്തിരിക്കുന്നത്. വിനീഷ് ഇവിടെ വന്ന് ഇതുവരെയുള്ള സമയത്ത് താൻ തൃപ്തനാണ്, പൂർണ്ണ സന്തോഷവാനാണ് എന്നുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ നൽകിയത്. ഇതിനുശേഷം, ഈ ചർച്ചയ്ക്ക് ശേഷം നമ്മളൊക്കെ കാത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ചർച്ചയിൽ നിന്ന്, ഇന്നത്തെ മീറ്റിംഗിന് ശേഷം ലഭിക്കുമെന്ന് തന്നെ കരുതാം. ആരായിരിക്കും എതിരാളി എന്നുള്ളതാണല്ലോ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് നമ്മളും കാത്തിങ്ങനെ ഇരിക്കുന്നത്. ഒപ്പം തന്നെ എത്തരത്തിലുള്ള സുരക്ഷാ വിന്യാസമായിരിക്കും കേരളത്തിൽ ഒരുക്കുക, കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഇതിനോടനുബന്ധിച്ച് വേണ്ടി വരുമല്ലോ. ഇവിടെ നിന്ന് ഈ ഏതാണ്ട് 1 മണിക്കൂറോളം ചർച്ച നീണ്ടു നിൽക്കും. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്ന് കലൂർ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം പോവുക. അവിടെ എത്തിക്കഴിഞ്ഞ് ആ സ്റ്റേഡിയം ഈ കളിക്ക് യോഗ്യമാണോ എന്നുള്ള കാര്യമാണല്ലോ ആദ്യമായി അദ്ദേഹത്തിന് അറിയേണ്ടത്. അത് പരിശോധിച്ചതിന് ശേഷം അതിനുള്ള ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ എത്തരത്തിലാണ് അത് നവീകരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം സ്വാഭാവികമായും നിർദ്ദേശിക്കും. അതിനനുസരിച്ചായിരിക്കും കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണവും നടക്കുക. ഒപ്പം തന്നെ എങ്ങനെയായിരിക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക, എങ്ങനെയായിരിക്കണം മറ്റുള്ള കാര്യങ്ങൾ ഒരുക്കുക, എത്തരത്തിലായിരിക്കണം മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരത്തിനായാണ് ഈ യോഗം നടക്കുന്നത്. ആ യോഗത്തിന് ശേഷം തീർച്ചയായും ഇതിനുള്ള നമ്മൾ മുഴുവൻ കാത്തിരിക്കുന്ന, ഫുട്ബോൾ ആരാധകർ മുഴുവൻ കാത്തിരിക്കുന്ന മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. അതുതന്നെയാണ് അല്പം മുമ്പ് ടീം മാനേജർ നമ്മളോട് പങ്കുവച്ചതും. നെടുമ്പാശ്ശേരിയിൽ വന്നിട്ടുള്ള വളരെ ഹൃദ്യമായ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു. ആ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആ തൃപ്തി തന്നെയാണ് വേണ്ടത്. ആരാധകരെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ അല്പസമയത്തിനകം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിപ്പിന്റെ വില കൃത്യമായി അറിയുന്ന ആളുകളാണ് നമ്മൾ. കാത്തിരിക്കുകയായിരുന്നല്ലോ. ഇനിയിപ്പോഴുള്ള കാത്തിരിപ്പ് അർജന്റീന ടീമിനെയും ലോക ചാമ്പ്യന്മാരെയും ലയണൽ മെസ്സിയും സ്വീകരിക്കാനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ കാത്തിരിപ്പ് നിങ്ങൾക്കിനി അല്പനേരം കൂടി കാത്തിരിക്കും.